പടച്ചോന്റെ അനുഗ്രഹ. ഇനി അള്ളാഹ് തന്നതൊരു പരീക്ഷണാണെന്ന് കരുതുക. ആ പരീക്ഷണം കാണുമ്പോഴേക്കും നമ്മൾ വിചാരിക്കേണ്ടത് അവന് മാത്രമുള്ളതാ, നമുക്കൊന്നും ഇല്ലാന്ന്. ഇന്ന് ചിലർ പറയാറില്ലേ, നമ്മളെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യം ക്ഷയിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും സുക്കേട് വരലോ. ഇത് മാത്രല്ല പരീക്ഷണം. അള്ളാഹു ഈ ദുനിയാവിനെ വിശദീകരിച്ചത് ദാറുൽ ബലാ എന്ന പരീക്ഷണങ്ങളുടെ ഭവനം. പരീക്ഷണങ്ങളുടെ ഭവനമായി ദുനിയാവ്. ഏതെങ്കിലും ഒരുത്തൻ ഹോസ്പിറ്റലിൽ വന്ന് പരിശോധിച്ചപ്പം വലിയ സുക്കേടാ. ആ സുക്കേടുമായിട്ട് അതിന്റെ കടലാസും വാങ്ങി തിരിച്ചിറങ്ങി പോകുമ്പം ഇനി നാട്ടിലാണെങ്കിലും ഒരുത്തൻ അങ്ങനെ ഒരു സുക്കേടുണ്ട്, ഓന് പെട്ടെന്നുള്ള സുക്കേടായിരുന്നു, ഓന് വലിയ അസുഖമാണ് എന്നൊക്കെ അറിയുമ്പോ നമ്മൾ എന്താ പറയല്? വല്ലാത്തൊരു പരീക്ഷണം തന്നെയല്ലേ എന്ന്, അല്ലേ? അങ്ങനെയാന്ന് നമ്മൾ പറയാ, വല്ലാത്തൊരു പരീക്ഷണം തന്നെയെന്ന്. എന്നാ അള്ളാഹു പറയുന്നത് അവന്റെ സൂക്കേട് അവന് പരീക്ഷണാണെങ്കിൽ സൂക്കേടില്ലാത്ത ശരീരം നിങ്ങൾക്കുള്ള പരീക്ഷണ. ആരോഗ്യം അള്ളാന്റെ പരീക്ഷണ. ജോലി അള്ളാന്റെ പരീക്ഷണ. ജോലി ഇല്ലാത്തവനും കൂലില്ലാത്തവനും പ്രയാസപ്പെട്ട് നടക്കുമ്പോ ജോലി ഉണ്ടെങ്കിൽ ജോലി ഒരു പരീക്ഷണ. വീടില്ലാത്തവൻ വാടക വീട്ടിൽ കയറി സങ്കടപ്പെട്ട് ആഴ്ചയും മാസവും കടന്നു പോകുന്നത് വെപ്രാളത്തോട് ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു കൂലിയും വാടകയും കൊടുക്കാതെ അടച്ചുറപ്പുള്ള റൂം കിടന്നുറങ്ങുന്നത് അള്ളാന്റെ പരീക്ഷണ. നമ്മൾ വിചാരിക്കണ്ട പടച്ചോന്റെ പരീക്ഷണം വേദന മാത്രാന്ന്. ആരോഗ്യം പരീക്ഷണ, ഒഴിവ് സമയം പരീക്ഷണ, ഒരു കുഴപ്പമില്ലാതെ ജീവിക്കൽ അള്ളാന്റെ ഒരു പരീക്ഷണ, എല്ലോ റാഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പരീക്ഷണ. പരീക്ഷണം എന്ന് പടച്ചോൻ ദുനിയാവിൽ ഉദ്ദേശിച്ചത് അള്ളാഹ് സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ശരീരങ്ങൾ മാത്രമല്ല. ആ പരീക്ഷണത്തിൽ പടച്ചോൻ തരുന്ന ഏറ്റവും വലിയൊരു പരീക്ഷണ നമ്മളെ ആരോഗ്യം, നമ്മളെ ആയുസ്. അതുകൊണ്ടാണല്ലോ സഹാബത്ത് ചോദിച്ചു, നബിയെ ജനങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? ഇന്ന് നമ്മളെ നാട്ടിൽ നമ്മൾ എന്താ പറയാറുള്ളത്? 90ാമത്തെ വയസ്സാ വാപ്പാക്ക്, വല്യമ്മാക്ക്. ഇനി ഉള്ള വയസ്സുള്ള ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കൂ. ഒരു 10-20 വയസ്സായ 80 വയസ്സായ ചിലരോട് ചോദിക്കുമ്പോ പറയും 80 വയസ്സായി, പടച്ചോൻ എത്ര റാഹത്ത് തന്ന്. അള്ളാഹ് തന്നൊരു നിഅമത്തല്ലേ, ഇനി മരിച്ചു പോണം. 80ഒക്കെ ആർക്കോ കിട്ടലുണ്ടോന്നാ ചോദ്യം. അതിന്റെ അർത്ഥം പടച്ചോൻ നിങ്ങൾക്ക് തോനെ തന്നു നല്ലട്ടോ. സഹാബാക്കൾ ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബ് മറുപടി പറഞ്ഞു, മൻ ത്വാല ഉംരിഹി വഹസുന അമലിഹി. 60 കൊല്ലം അല്ലെങ്കിൽ 60ാം വയസ്സിൽ മരിച്ചോനെ 60 കൊല്ലത്തൊത്തരേ പറയാനുള്ളൂ. 80 വയസ്സായിട്ടും മരിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ 25ഉം 20ഉം കൊല്ലത്ത് അധിക ചോദ്യം നമ്മളെ നേരെ വന്നു എന്നർത്ഥം. അല്ലാതെ എനിക്ക് 20 കൂടുതൽ കിട്ടി, എനിക്ക് 90 കിട്ടി, എനിക്ക് 100 വരെ കിട്ടി എന്ന ആഹ്ലാദത്തെക്കാൾ ആ കിട്ടിയ കാലം കൊണ്ട് എനിക്ക് അള്ളാന്റെ അടുത്തേക്ക് എത്ര അടുക്കാൻ പറ്റി എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെ ആയുസ് എനിക്ക് പരീക്ഷണമാണോ, എന്റെ ആരോഗ്യം എനിക്ക് പരീക്ഷണമാണോ എന്ന് ചിന്തിച്ച് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് അള്ളാഹു താൻ ഓർമ്മപ്പെടുത്തിയതും നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന്, ലാ തസൂലു ഖദമാ അബ്ദൻ യൗമൽ ഖിയാമ. ഇന്ന് നമുക്ക് എഴുന്നേറ്റ് നടക്കണേ ഒരാളെ സമ്മതവും വേണ്ട. ഇപ്പൊ ഈ കൂട്ടത്തുനിന്ന് ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോ ഞാൻ അവിടെ നീ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങക്ക് എന്നോട് തിരിച്ചു വയ്ക്കാൻ വകുപ്പുണ്ട്. ഈ പറയുമ്പോൾ കേൾക്കണോന്ന്, ഈ പറയുമ്പോൾ കേൾക്കണം, ഞാൻ എനിക്ക് സൗകര്യം ഞാൻ പോവും. എന്ന് അള്ളാഹു പറയുന്നു, ലാ തസൂലു ഖദമാ അബ്ദൻ യൗമൽ ഖിയാമ. നാളെ പടച്ച റബ്ബിന്റെ മഹിശറയിൽ ഒരടി അനക്കാൻ അള്ളാഹ് അവകാശം തരൂല. ലാ തസൂലു, നീങ്ങൂല, ഖദമാ, 2 കാലും. ഒരടിമയുടെ 2 കാലും പടച്ചോൻ അനക്കാൻ സമ്മതിക്കൂല, അവനോടുള്ള ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹ്ക്ക് കിട്ടിയിട്ടല്ലാതെ. അതിൽ ചോദ്യങ്ങളിൽ ഒന്ന് അൻ ഉംരിഹി, അവന്റെ ആയുസ്, അള്ളാഹ് കൊടുത്ത അവന്റെ ജീവൻ, ഫീമാ അഫ്നാഹു, അതുകൊണ്ട് അവൻ എന്ത് നേടി എന്ന് അള്ളാഹനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ട് അള്ളാഹുവിനെ അവനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, എന്റെ ആയുസ് കൊണ്ട് ഞാൻ എന്തൊക്കെ നേടിയെന്ന്. ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എന്താ നമ്മൾ നേടിയത്? ചിലർ ആവേശത്തോടെ പറയും, പൊരണ്ടാക്കി, ജോലി വാങ്ങി, പഠിച്ച്, മക്കളെ പഠിപ്പിച്ച്. ഇതൊന്നും വേണ്ടാന്ന് അർത്ഥത്തിലല്ലോ ഞാൻ പറയണത്. വാഹനം വാങ്ങി, എനിക്ക് ഇക്കാലത്തിൽ വിചാരല്ല ഇനി ഞാനൊരു വാഹനം വാങ്ങുന്നു. വാഹനം വാങ്ങി, വീട് വെച്ചു, വലിയ വീട് വെച്ചു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായി. ഒന്നും കൂടി പ്രായം മൂത്ത വേറെ ചിലർ പറയും, മക്കളെ കെട്ടിച്ചു, മൂത്ത മോളെ നല്ലൊരു സ്ഥലത്തേക്ക് കെട്ടിച്ചു, ഓളെ മോക്ക് 10 A+ കിട്ടി, ഇളയ മോനെ കെട്ടി, ആ ഇളയ മോന്റെ മോനാണ് ഇപ്പൊ മദ്രസയിൽ പോയിട്ട് കാണാതെ ഖുർആനൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു തരും. റാഹത്ത് ജീവിതല്ലേ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. മക്കളും പൈസയൊക്കെ ദുനിയാവിലൊരു അലങ്കാരം മാത്ര. ആ ആയുസ് കൊണ്ട് നീ നിനക്കെന്ത് നേടി? നാളെ അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്റെ ആയുസ് കൊണ്ട് പടച്ചോന്റെ ദുനിയാവിൽ എന്റെ കബറിലേക്ക് കൊണ്ടുപോകാൻ എനിക്കെന്ത് നേടി? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല സ്വഭാവം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല കുടുംബം. ഈ ദുനിയാവിൽ എന്താ എന്റെ ഇങ്ങളെയും കൈമല് പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചുണ്ടാനുള്ളത്? അള്ളാഹുവിന് വേണ്ടി നമ്മളെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് നിർത്തിയത്
നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ അറഫ മൈതാനിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ തൊട്ടു മുൻപ് ആദ്യത്തെ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്നു. ആ ഹജ്ജിന് വേണ്ടി അറഫ മൈതാനിയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ ഒന്ന് ഒരുമിച്ച് കൂടിയുന്ന 1,00,000-ലധികം സഹാബാക്കൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോ അന്ന് റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബാക്കൾ 1,00,000 ചില്ലാന. ചരിത്രം പറയുന്നുണ്ട് 1,25,000 അടുത്ത് വരെ എത്തുന്നു. 1,25,000 സഹാബാക്കൾ അന്ന് പ്രവാചകന്റെ കൂടെ മദീനയിൽ ഉണ്ടായിട്ടും അള്ളാഹുവിന്റെ ഹബീബ് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള അറഫ പ്രസംഗത്തിൽ 1,20,000-ലധികം സഹാബാക്കൾ അന്ന് പങ്കെടുത്തിട്ടും ഇന്നും മക്കയിലും മദീനയിലുള്ള കബറെണ്ണിയാൽ 10,000 താഴെ സഹാബത്തിന്റെ കബറേ ഉള്ളൂ. 10,000 സഹാബത്തിന്റെ കബറേ മക്കയിലും മദീനയിലും കൂടിയായിട്ടുള്ളൂ. ബാക്കി 1,10,000 സഹാബാക്കളെ കബർ എവിടെ പോയി? ഇവരെവിടെ കിടന്നാ മരിച്ചത്? ഇവരേത് നാട്ടിൽ നിന്നാ മരിച്ചെന്നറിയോ? ലോകത്തിന്റെ നാനാഭാഗത്തുള്ള കയറിച്ചെല്ലാൻ സാധിക്കുന്ന സർവ്വ രാജ്യങ്ങളിലും സഹാബത്ത് കയറി ചെന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെന്നു, ഏഷ്യൻ രാജ്യങ്ങളിൽ ചെന്നു. കടലുകൾ താണ്ടി കച്ചവടത്തിന്റെ പേരും പറഞ്ഞ് കച്ചവടം ചെയ്യുന്നതോടൊപ്പം ഉപജീവന മാർഗത്തോടൊപ്പം അവർ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പുറപ്പെട്ടു. കേരളക്കരയിലും വന്നില്ലേ മാലിക്കും ദീനാറും കൂട്ടരും? അതുകൊണ്ടായിരുന്നു ഇന്ന് മക്കയിലും മദീനയിലുമായിട്ട് 10,000 സഹാബാക്കളെ കബറേ ഉള്ളൂ. ബാക്കി എവിടെ പോയി എന്നറിയോ? അറഫ മൈതാനിയിൽ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കൊടുക്കുന്ന ഒരു വസിയത്തുണ്ട്, ഉപദേശമുണ്ട്. അറഫ പ്രസംഗം. ആ അറഫ പ്രസംഗിക്കുന്നതിന്റെ തൊട്ടു മുൻപാണ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങിയത്. നബിയെ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇന്നത്തോടുകൂടി ഇസ്ലാം എന്ന മതം പൂർത്തിയായിട്ടോ നബിയെ. ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സെക്കൻഡിൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് കാര്യം തിരിഞ്ഞു. ഇനി പടച്ചോന്നെ മരിപ്പിക്കല്ലാതെ ഇനി എനിക്ക് വഹി വരാനില്ല. കാരണം അള്ളാന്റെ മതം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന എന്റെ മരണ. ആ മരണം കൺമുൻപിൽ കണ്ടതുപോലെയാ. തൊട്ടടുത്ത നിമിഷം സഹാബാക്കളോട് അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞു, ഖുദൂ അന്നി മനാസികക്കും, ഞാൻ എന്തൊക്കെ ചെയ്തുന്നും ഞാൻ എന്തൊക്കെ അനുവാദം തന്നും ശരിക്കും നോക്കി പഠിച്ച് പിൻപറ്റണട്ടോ. ഫലഅല്ലി ലാ അൽകാകും ബഅദ ആമി ഹാദാ. ഈ കൊല്ലത്തിന് ശേഷം ഇനി നമ്മൾ കണ്ടോളണമെന്നില്ല. ആ മരണം കൺമുൻപിൽ കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശ അറഫ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ അവസാനം ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഫൽ യുബല്ലിഗു ഷാഹിദു ലിൽ ഗായിബ്. ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്ത ആളുകൾക്ക് വേണ്ടി പടച്ചോന്റെ ദീനൊന്ന് അറിയിച്ചു കൊടുക്കണം. അന്ന് സഹാബാക്കൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. കിട്ടാവുന്നത്ര ഭക്ഷണവും കിട്ടാവുന്നത്ര വസ്ത്രവും അവരെടുത്തു. അവരുടെ ഒട്ടകം ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു. അവരുടെ ഒട്ടകങ്ങളും കുതിരകളും ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു. എന്തിന്? അള്ളാന്റെ ദീന് ദഅവത്ത് നടത്താൻ, പടച്ചോന്റെ ദീനിനെ പറ്റി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. കടലുകൾ താണ്ടി, പർവ്വതങ്ങൾ താണ്ടി, ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന സഹാബത്ത് കാല് മണലിൽ പറ്റി വെന്തുപോകാതിരിക്കാൻ ഈത്തപ്പനയുടെ ഓലകൾ കാലിന്റെ അടിയിൽ കെട്ടിവെച്ച് നടന്നു എന്ന് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാബാക്കൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ ഈ ഭൂലോകത്തിന്റെ സർവ്വഭാഗത്തേക്കും നടന്ന് ദഅവത്ത് നടത്തി അള്ളാന്റെ ദീനിനെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ നമ്മൾ എന്താ ചെയ്ത്? നമുക്ക് കിട്ടിയ ഒരു ദീന് സ്വന്തം വീട്ടിൽ പറയാൻ പറ്റിയിട്ടുണ്ടോ? ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വെള്ളം കുടിക്കുന്ന മോനെ അവിടെ വെച്ച് വലത്തെ കൈകൊണ്ട് എടുക്കണോന്ന്? ഒരു 5:15 കൊടുക്കുന്ന സുബഹി ബാങ്കിക്ക് മക്കളെ വിളിച്ചുണർത്താൻ പറ്റിയിട്ടുണ്ടോ? ഒരു ദിവസം ഒരു 10 ആയത്തോതാൻ പറ്റിയിട്ടുണ്ടോ? സ്വന്തം വീട്ടിലുള്ള കുടുംബത്തിലുള്ള ഭർത്താവിനോട് ഭാര്യനോട് അള്ളാന്റെ ദീനിന്റെ ഒരു അക്ഷരം പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഞാൻ കുറ്റം പറയല്ലോ. ജീവിതത്തിൽ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അള്ളാഹു ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യത, നീ പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി എനക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇന്നൊക്കെ ചില വീടുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ചില വാഹനത്തിലൊക്കെ ഒരു വലിയ വാഹനം വാങ്ങി, അത്യാവശ്യം നല്ല പൈസന്റെ വാഹന, ഒരു വലിയ വീടുണ്ടാക്കി, ഒരു 4000 സ്ക്വയർ ഫീറ്റ്. ചിലപ്പം ചിലർ ആദ്യം അതിന്റെ മുൻപിൽ വെക്കുന്നത് എന്തായിരിക്കും അറിയോ? ഹാദാ മിൻ ഫളിലു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളിലാണ്. നിങ്ങൾ പല സ്ഥലത്തും കാണലുണ്ടാകും ആ ഒരു, ഒന്നെങ്കിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത് മാത്രം അതായിരിക്കും, ഒരു ഗ്ലാസ് ഇട്ട് ചില്ലിട്ട കൂട്ടിലൊക്കെ ആ ഖുർആനിക ആയത്ത് ഹാദാ മിൻ ഫളിലു റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഫളിലാണ്, അനുഗ്രഹമാണ്. ആ ആയത്ത് അവിടെ തീരുന്നില്ല. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്താണത്. ആ ആയത്ത് അവിടെ തീരാതെ പടച്ചോൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഹാദാ മിൻ ഫളിലു റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. അതാരും എഴുതിയേക്കൂല. ഹാദാ മിൻ ഫളിലു റബ്ബി, ഇതെന്റെ പടച്ച റബ്ബിന്റെ ഒരു ഫളിലാണ്. എന്തിന്?
ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കാൻ. എന്റെ ഈ വലിയ വീട് പടച്ചോൻ എനിക്ക് തന്ന റഹ്മത്താണ്, ബർക്കത്താണെങ്കിലും ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കാൻ തന്നതാണിത്. എന്റെ ഈ കാറ്, വില കൂടിയ കാറ് പടച്ചോൻ തന്നതാണെങ്കിലും ലിയബ്ലുവനി, അവൻ എന്നെ പരീക്ഷിക്കാൻ തന്നതാ. എന്റെ ഈ ഡിഗ്രി, എന്റെ ഈ വിദ്യാഭ്യാസം, എന്റെ ഈ പ്രൊഫഷണൽ, ഹാദാമിൻ ഫദ്ലു റബ്ബി, ഇത് പടച്ചോന്റെ ഒരു ഫദ്ലാ. പക്ഷേ ലിയബ്ലുവനി അഷ്കുറു ഔ അക്ഫുറു, ആരൊക്കെയാണ് നന്ദി കാണിക്കുന്നതെന്നും നന്ദി കെട്ടവന്മാരെന്നും അള്ളാഹുവിന് അറിയാൻ. അല്ലാണ്ട് പടച്ചോൻ നമ്മളെ ഫദ്ല് മാത്രം തന്ന് ആ ഫദ്ല് നമ്മൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്ന ഫദ്ലല്ലതൊന്നും. നമ്മളിൽ ആരൊക്കെ നന്ദി കാണിക്കുന്നു, നന്ദി കെട്ടവന്മാരുണ്ട് എന്ന് അള്ളാഹുവിന് പരീക്ഷിച്ചറിയാൻ, കണ്ടറിയാൻ. അള്ളാഹു തന്ന ഭവനത്തിന്റെ ഉള്ളിൽ ഒരു വക്ത് നിസ്കാരം നടക്കുന്നില്ലെങ്കിൽ ഔ അക്ഫുർ, നന്ദി കെട്ടവനാണെന്ന് പടച്ചോൻ ബോധ്യപ്പെട്ടു. അള്ളാഹു തന്ന വാഹനം, പടച്ചോൻ തന്ന പ്രൊഫഷൻ, അള്ളാഹു തന്ന മക്കള്, അള്ളാഹു തന്ന കുടുംബം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതി കൊണ്ടുകൊടുക്കാൻ പറ്റുന്നില്ലേ? അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും നന്ദി കെട്ടവന്മാരായിട്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും നന്ദി കാണിച്ച അതിന്റെ ഗുണം അവൻ തന്നെയാ.